नमस्ते बच्चों, सभी का स्वागत है हिंदी ഈ ഗുരു में. അപ്പോൾ മക്കളെ, നിങ്ങൾ തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവും. ഇന്ന് നമ്മൾ പോസ്റ്റർ എങ്ങനെയാണ് നല്ലൊരു പോസ്റ്റർ നിർമ്മിക്കുക, നമ്മുടെ എക്സാമിനൊക്കെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് എങ്ങനെയാണത് ആൻസർ ചെയ്യുക എന്നുള്ളതാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പം നമുക്കറിയാം എന്താണ് പോസ്റ്റർ, എന്തിനാണ് പോസ്റ്റർ. നമ്മുടെ എവിടെയെങ്കിലും ഒരു പരിപാടി അല്ലേ, നമ്മുടെ സ്കൂളിലായിക്കോട്ടെ, ഇനി നമ്മുടെ നാട്ടിലായിക്കോട്ടെ, അല്ലെ എന്തെങ്കിലും ഒരു പരിപാടി നടക്കുകയാണെങ്കിൽ, എന്തെങ്കിലും ഒരു പ്രോഗ്രാം നടക്കുകയാണെങ്കിൽ അത് പൊതുജനങ്ങളെ അറിയിക്കണം അല്ലേ. ആ കാര്യപരിപാടികളൊക്കെ എന്തൊക്കെയാണ്, കാര്യപരിപാടികൾ എന്തൊക്കെ പരിപാടികളാണ് അവിടെ നടക്കുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളല്ലേ. അപ്പോൾ ഇതെല്ലാം അറിയിക്കുന്നത് എന്തിലൂടെയാണ്? നമുക്കറിയാം പരസ്യമുണ്ട് അല്ലേ, പരസ്യത്തിലൂടെ അറിയിക്കാൻ ചിലർ അങ്ങനെ അറിയിക്കാം. നമ്മുടെ ടി വിയിലായിക്കോട്ടെ, നമ്മുടെ പത്രങ്ങളിലായിക്കോട്ടെ പരസ്യം കൊടുക്കും. അല്ലാണ്ട് പോസ്റ്റർ കണ്ടിട്ടുണ്ടാവില്ലേ നിങ്ങൾ, റോഡ് സൈഡിലും മറ്റൊക്കെ നമുക്ക് ഈ പോസ്റ്റർ കാണാൻ സാധിക്കും. അപ്പോൾ എന്താണ് പോസ്റ്റർ? നമുക്കറിയാം, നോക്കിക്കേ. ഒരു പോസ്റ്റർ നിർമ്മിക്കുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് എങ്ങനെയാണ് നല്ലൊരു പോസ്റ്റർ നിർമ്മിച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും, അതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ പോയിൻറ്റ്സൊക്കെ മുൻനിർത്തിയിട്ട് വേണം നിങ്ങൾ എന്തെഴുതാൻ, ആൻസർ എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, നോക്കിക്കേ കുറച്ച് പോയിൻറ്റ്സ്. ആകർഷക ഹോ അല്ലെ, അട്രാക്റ്റീവ് ആയിരിക്കണം. നമ്മൾ പോകുന്ന സമയത്ത് പൊതുജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ നമ്മുടെ കണ്ണ് ക്യാച്ച് ചെയ്യണമെന്ന് പറയില്ലേ, നമ്മൾ ഏതൊരു കാര്യം ക്യാച്ച് ചെയ്യണമെങ്കിൽ എന്ത് വേണം? അട്രാക്റ്റീവ് ആയിരിക്കണം. ആകർഷക ഹോനാ ചാഹിയേ അല്ലേ, ആകർഷക ഹോ. രണ്ടാമത്തെ കാര്യം എന്താണ്? കം ശബ്ദോं का प्रयोग करना है, ഭാഷ സ്പഷ്ട ഏവ സരൾ ഹോനാ ഹെ. എസ് പോലെയാണോ പോസ്റ്ററിലൊക്കെ ഉണ്ടായിരിക്കുക? അല്ല അല്ലേ, കുറഞ്ഞ ശബ്ദത്തിൽ അല്ലേ, വളരെ കുറച്ച് മാത്രം വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നല്ല ആകർഷകമാക്കി, ഭാഷ എന്താവണം? സ്പഷ്ടമായിരിക്കണം. പൊതുജനങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ വേണം അവിടെ പോസ്റ്റർ നിർമ്മിക്കാൻ അല്ലേ, സരളമായിരിക്കണം എന്നാണ് പറയുന്നത്. കടുകട്ടി വാക്കാണോ നമ്മൾ യൂസ് ചെയ്യേണ്ടത്? അല്ല, സിമ്പിളായിരിക്കണം. മൂന്നാമത്തെ എന്താണ്? കോയി പങ്ക്തി ऐसी लिखनी चाहिए जो स्लोगन की तरह हो और पढ़ने वालों का ध्यान आकर्षित करके याद रह जाने वाले हो അല്ലേ. ഒരു എന്താ പറയുക, നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, ഇപ്പോൾ നമ്മുടെ ഒരു പരസ്യത്തിൻ്റെ കാര്യം തന്നെ എടുക്കാം അല്ലേ. ഒരുപാട് പരസ്യങ്ങൾ നമ്മുടെ ടി വിയിലായാലും നമ്മുടെ ഫോണിലായാലും ഇങ്ങനെ വന്ന് പോകുന്നുണ്ടല്ലേ, യൂട്യൂബ് തുറക്കുകയാണെങ്കിലും അതേപോലെ ടി വിയിലായാലും അല്ലേ. അപ്പോൾ ഈ പരസ്യങ്ങൾ എന്താണ്, നമ്മൾ കേട്ട് നമ്മൾ തന്നെ ഇങ്ങനെ പാടി നടക്കും അല്ലേ. ഉദാഹരണത്തിന് പറയുകയാണെന്ന് വെച്ചാൽ ഒരുപാടുണ്ട് അല്ലേ. ഇപ്പോൾ നമ്മളെ ടി വിയിൽ പരസ്യങ്ങൾ, ഒരു സൺലൈറ്റിൻ്റെ പരസ്യം നിങ്ങൾ കണ്ടിട്ടില്ലേ? ഞാനും ഒരു വർണ്ണപ്പട്ടമായിരുന്നു അല്ലേ. പറയാനായിട്ടാണ് വെച്ചാൽ ഒരുപാടുണ്ട്. പക്ഷേ ഇതൊക്കെ എന്താ, നമ്മുടെ മൈൻഡിൽ ഇപ്പോഴും എന്താ ക്യാച്ച് ചെയ്യുമെന്ന് പറയില്ലേ, എപ്പോഴും നമ്മൾ കിടക്കുക അല്ലേ. ഇതാണ് പറയുന്നത്. ഇങ്ങനെ എന്തായിരിക്കണം? സ്ലോഗൻ കി തരഹോർ പഠനേ വാലോം കാ ധ്യാൻ. നമ്മളെ അപ്പം ശ്രദ്ധിച്ചു നമ്മളല്ലേ. അപ്പോൾ ആകർഷിത കർക്കേ യാദ് രഹരേ ജാനേ വാലേ ഹോ. അപ്പോൾ ഓർമ്മിക്കണം നമ്മൾ അല്ലേ. അതാണ് ഒരു പരസ്യത്തിൻ്റെ പോസ്റ്ററിൻ്റെ വിജയം എന്ന് പറഞ്ഞാൽ. പരസ്യം പോസ്റ്ററും രണ്ടും എന്തിനാണ്? പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, മറ്റുള്ളവരെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ രണ്ടും രണ്ട് തരമാണ്, അത് മനസ്സിലാക്കുക കേട്ടോ. പിന്നെന്താണ്? ചിത്രോं की सहायता से अधिक आकर्षक बने. അപ്പോൾ നിങ്ങൾ പോസ്റ്റർ നിർമ്മിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചിത്രമൊക്കെ കൊടുക്കാം, ചിത്രമൊക്കെ കൊടുത്ത് അട്രാക്റ്റീവ് ആക്കാം. പിന്നെയോ ലാസ്റ്റത്തെ എന്താണ്? യദി ആവശ്യക് ഹോ തോ ദിനാങ്ക് സ്ഥാന സമയ് ആദി കാ സിക്ർ ഹോ. അതായത് പോസ്റ്റർ ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ സ്കൂളിലൊക്കെ പരിപാടികളൊക്കെ നടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഓണാഘോഷം തന്നെയായിരിക്കും കേട്ടോ, നിങ്ങളെ റെസിഡൻസ് അസോസിയേഷൻ്റെ ഒക്കെ ആ സമയത്ത് ഒരു നാട്ടിൽ എന്തെങ്കിലും പ്രോഗ്രാം എന്തെങ്കിലും നടക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പം എവിടെയാണ് സ്ഥലം, എത്ര മണിക്കാണ്, ആരാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ പോസ്റ്ററിലൂടെ അറിയിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് പോസ്റ്റർ ഉണ്ടാക്കുക. അപ്പോൾ കുറച്ച് ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകും. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഇപ്പം തന്നെ നമുക്ക് ട്രെൻഡിങ്ങായി ഓടിക്കൊണ്ടിരിക്കണം നമ്മുടെ കൊറോണ വൈറസ് തന്നെ നോക്കാം. ചിലപ്പോൾ അത് എക്സാമിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നോക്കിക്കേ, കൊറോണ വൈറസ് കാ ദൂസരി ലഹർ കാഫി ഖത്തർനാക് ഹൈ. അപ്പം എന്താണ്?
രണ്ടാമത്തെ വേവ് വന്നിട്ടില്ലേ, രണ്ടാമത്തെ തരംഗം വന്നു കൊറോണ വൈറസിന്, അത് വളരെ അപകടകാരിയാണ്. इस विषय के बारे में जनता को चेतावनी देने के लिए आपके स्कूल के एनएसएस की ओर से पोस्टरों बनाकर स्कूल के आसपास की जगहों को चिपकाने की योजना में है. എന്താണ് ഈ വിഷയത്തെക്കുറിച്ചിട്ട് ജനങ്ങൾ എന്ത് ചെയ്യണം, ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഒന്ന് ബോധവൽക്കരിക്കണം ജനതയെ. ചേതാവെന്നാണ് ഒരു മുന്നറിയിപ്പ് നൽകണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ, നിങ്ങളുടെ സ്കൂളിൽ NSS ഉണ്ടാവുമല്ലോ, അപ്പോൾ അവരെന്ത് ചെയ്യണം, പോസ്റ്ററും ബനാക്കർ NSSൻ്റെ നേതൃത്വത്തിൽ പോസ്റ്ററുകൾ ഉണ്ടാക്കിയിട്ട് സ്കൂളിൻ്റെ അടുത്തുള്ള ആ സ്ഥലങ്ങളിലൊക്കെ ചിപ്കാനേക്ക് അത് പതിക്കാനുള്ള ഒരു പദ്ധതി തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യണം, ഉസ്കേലിയേക്ക് ആകർഷക് പോസ്റ്റർ തയ്യാർ കരി, അതിന് വേണ്ടിയിട്ട് ഒരു അട്രാക്റ്റീവായിട്ടുള്ള പോസ്റ്റർ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അതിന് ഹിൻസും ഉണ്ട്, നോക്കിക്കേ എന്തൊക്കെയാണ് അതിൽ ഉൾക്കൊള്ളിക്കേണ്ടത് എന്നുള്ളത്. നോവൽ കൊറോണ അല്ലെ, നോവൽ കൊറോണ വൈറസ് എന്നല്ല പറയുക. നോവൽ കൊറോണ എന്താണ്, ലക്ഷണം എന്താണ്, അതിൻ്റെ ബച്ചാവ് കെ ഉപായ്, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഉപായം എന്തൊക്കെയാണ് എന്നുള്ളത് അതിനെക്കുറിച്ച് സൂചിപ്പിക്കണം. അതേപോലെ തന്നെ ക്യാ കരെ ക്യാ ന കരെ, എന്തൊക്കെ ചെയ്യണം അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ചും അവിടെ പറയണം. പിന്നെ വ്യക്തിഗത സ്വച്ഛത, മാസ്ക്, സാനിറ്റൈസ്, ആപ്പസി ദൂരി അല്ലേ, നമുക്കറിയാമല്ലേ എന്താണ് കൊറോണ വൈറസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ് അല്ലേ. അപ്പോൾ എന്തുണ്ടായിരിക്കണം, വ്യക്തിഗത സ്വച്ഛത, ഒരു നമ്മുടെ വ്യക്തി ശുചിത്വം ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ മാസ്ക്, സാനിറ്റൈസർ, ഇതൊക്കെ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. പിന്നെ എന്താണ്, 10 മീറ്റർ അകലം പാലിച്ചിട്ട് അല്ലേ, ഓരോ വ്യക്തികളും 10 മീറ്റർ അകലം പാലിച്ച് നിൽക്കണം. ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ജനതയ്ക്ക് എന്ത് ചെയ്യണം, ഒരു ബോധവൽക്കരണം നൽകുക. അതിന് വേണ്ടിയിട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഒന്ന് നോക്കിക്ക് എങ്ങനെയായിരിക്കും എന്ന്. കണ്ടില്ലേ, ഇതേപോലെ നിങ്ങൾക്ക് തയ്യാറാക്കാം. എക്സാമിന് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഒരു ബോർഡറൊക്കെ വരച്ച് അല്ലേ, ഒരു കള്ളിയിലൊക്കെ വരയ്ക്കണം അല്ലേ, അപ്പോൾ കള്ളിയൊക്കെ വരച്ചിട്ട് വേണം എന്തിനെ കുറിച്ചിട്ടാണ്, നോവൽ കൊറോണ വൈറസ് കോവിഡ്-19 എന്നല്ല പറയാം. പിന്നെയോ ലക്ഷൺ ക്യാ ക്യാ ഹെ, അപ്പോൾ അതിൻ്റെ ലക്ഷണം എന്തൊക്കെയാണ് എന്ന് പറയാം. അപ്പോൾ അട്രാക്റ്റീവ് ആയിരിക്കണം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കൊറോണ വൈറസിൻ്റെ പിക്ചർ എന്തെങ്കിലുമൊക്കെ വരയ്ക്കാം കേട്ടോ. അപ്പോൾ ലക്ഷൺ ക്യാക്ക്, എന്തൊക്കെയാണ് ലക്ഷണങ്ങളെക്കുറിച്ച് പറയണം, നമ്മൾ നേരത്തെ പറഞ്ഞു ഇതൊക്കെ ഉൾക്കൊള്ളിക്കണം ആ പോസ്റ്ററിൽ, സിമ്പിളായിരിക്കണം അല്ലേ, കം ശബ്ദോമേ ലിഖ്നാ ചാഹിയേ ഓർ അട്രാക്റ്റീവ് ആകർഷക് ഹോനെ ചാഹിയേ എന്നാണ്. എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ ഇതിൻ്റെ, ബുക്കാർ, ഖാസി അല്ലേ, പനി, ചുമ, സാസ് ലേനി മീൻ തക്ലീഫ്, സാധാരണ ശ്വാസം എടുക്കുന്നതിനുള്ള ബുദ്ധിമുട്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഹേത്തോ ജൽദ് സേ ജൽദ് ഡോക്ടർ സേ സമ്പർക്ക് കരി, ഇവയൊക്കെ ഉണ്ടെങ്കിൽ പനിയും ശ്വാസം മുട്ടലോ അതായത് ചുമയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഡോക്ടറെ കാണൂ, ഡോക്ടറുമായി ബന്ധപ്പെടൂ എന്നാണ് പറയുന്നത്. പിന്നെയോ ക്യാ കരി, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേ, അപ്നെ ഹാത്തും കോ ബാർ ബാർ ധോയേ, നമുക്കറിയാം കൈകൾ എപ്പോഴും അല്ലേ ഇടയ്ക്കിടയ്ക്ക് കഴുകിക്കൊണ്ടേ ഇരിക്കണം എന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്താണ്, ഘാസ്തേ ചീക്കത്തെ സമയ ഹാത്ത് ടിഷ്യൂ സേട്ടക്കെ എന്നാണ്. ഘാസ്തേ നമ്മൾ ചുമയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ തുമ്മുമ്പോഴോ എന്ത് ചെയ്യണം, കൈകൾ ടിഷ്യൂ ഉപയോഗിച്ച് വേണം തുടയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എന്നാണ് പറയുന്നത്. പിന്നെയോ ഭീഡ് സേ ബച്ചേ, ജനക്കൂട്ടുണ്ടെങ്കിൽ ജനക്കൂട്ടം നിങ്ങളൊന്ന് മാറി നിൽക്കണം. പിന്നെയോ ഏക് ദൂസരെ സേ ദൂരി ബനായി രഖേ, മറ്റുള്ളവരെ നില അകലം പാലിച്ച് നിൽക്കണം എന്നാണ് പറയുന്നത്. പിന്നെന്താണ്, സാർവജനിക് ജഗഹോമേ മാസ്ക് കാ ഇസ്തേമാൽ കരേം, പൊതുസ്ഥലങ്ങളിൽ എന്തുപയോഗിക്കണം, മാസ്ക് ഉപയോഗിക്കണം. ലാസ്റ്റ് എന്താണ്, സാബുൻ സേ ഹാത്ത് ധോയേ സാനിറ്റൈസ് കരി, അല്ലെങ്കിൽ സോപ്പ് ഉപയോഗിച്ച് നല്ലവണ്ണം കൈ കഴുകുക അല്ലെങ്കിൽ സാനിറ്റൈസർ യൂസ് ചെയ്യുക എന്നാണ്. ഇതൊക്കെ നമുക്കറിയാവുന്നതാണല്ലേ. ഇത് വെറും പോസ്റ്ററിൽ മാത്രം നിങ്ങൾ ഒതുക്കരുത് കേട്ടോ, നിങ്ങൾക്കും കൂടി പറയാനുള്ളതാണ്. കാരണം നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട സംഗതികളാണ്. എന്തൊക്കെയാണ് ഈ ഇപ്പോഴും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ, ദിനം പ്രതി എന്ന് പറഞ്ഞ പോലെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കൊറോണ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടും ഞാൻ പറഞ്ഞു തരികയാണ്. വെറും പോസ്റ്ററിൽ മാത്രം നിങ്ങൾ ഒതുക്കരുത്. നമുക്ക് സ്കൂളിൽ പോകണ്ടേ, സ്കൂളിൽ ചെന്ന് പഠിക്കണ്ടേ, നമ്മുടെ കൂട്ടുകാരെല്ലാവരും കാണണ്ടേ. അപ്പം എന്തിനു വേണം, നമ്മൾ തന്നെ ഒരു ബോധവൽക്കരണം, നമുക്ക് തന്നെ നമ്മൾ ബോധവൽക്കരണം കൊടുക്കുക അല്ലേ, ഇതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ തന്നെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നമ്മൾ മാത്രമല്ല, നമ്മൾ സ്വയം ചിന്തിക്കുക, എൻ്റെ ചുറ്റുപാടിലുള്ള എല്ലാവർക്കും കൊറോണയാണെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ. അപ്പോൾ നിങ്ങൾ എങ്ങനെയായിരിക്കും പെരുമാറുക, അത് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ നിങ്ങൾ പുറത്തിറങ്ങി നടക്കുക എന്നുള്ള, പുറത്തിറങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ നിങ്ങൾ പഠിക്കാനൊക്കെ അല്ലേ പഠിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, ഇനി അടുത്തെന്താണ്, ഇതൊക്കെയാണ് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ ക്യാ ന കരി, എന്തൊക്കെ ചെയ്യാൻ പാടില്ല അതും അവിടെ കൊടുത്തിട്ടുണ്ട്.
യദി ലക്ഷൺ ഹേ തോ കിസി സെ സമ്പർക്ക് ന കരേ. എന്തെങ്കിലും ലക്ഷണം ഒന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടരുത് എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ എന്താണ്? സാർവജനിക് സ്ഥാനവും പർ ന ഥൂക്കേ. അപ്പോൾ പൊതുസ്ഥലങ്ങളിൽ തുപ്പരുത് എന്നാണ് പറയുന്നത്. ലാസ്റ്റോ ആങ്ക്, നാക്ക്, മൂഹ് മത് ഛുവേ. ഇപ്പോൾ കണ്ണോ ഇനി മൂക്കോ വായൊന്നും നിങ്ങൾ കൈ ഉപയോഗിച്ച് തൊടരുത് എന്നാണ് പറയുന്നത്. മത് ഛുവേ, തൊടരുത്. കാരണം കൈകളിലാണ് കൂടുതൽ ഈ കൊറോണ വൈറസ് നമ്മുടെ കൈകളിലാണ് പെട്ടെന്ന് വരിക. കാരണം നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും തൊടുമ്പോഴും പിടിക്കുമ്പോഴൊക്കെ അവിടെ നിന്ന് നമുക്ക് പകരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ ക്യാകരെ, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും ചെയ്യാൻ പാടില്ലാത്തതെന്നും നിങ്ങൾ ആ പോസ്റ്ററിൽ ഉൾക്കൊള്ളിക്കണം അല്ലേ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സ്ലോഗൻ പോലെ അല്ലേ, നോക്കിക്കേ, ഖുദ് രഹേ സുരക്ഷിത് ദൂസരോം കോ രഖേ സുരക്ഷിത് അല്ലേ. സ്വയം നമ്മൾ സുരക്ഷിതരാവുക, മറ്റുള്ളവരെയും സുരക്ഷിതരാവാൻ നമ്മൾ പഠിപ്പിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരോടും പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സ്ലോഗൻ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ചെറിയൊരു കള്ളിയൊക്കെ വരച്ച് അതും അട്രാക്റ്റീവാക്കി മാറ്റാം. ഓക്കെ, അപ്പോൾ മനസ്സിലായില്ലേ? ഹെഡിങ് ഉണ്ടായില്ലേ? ഹെഡിങ് വന്നതില്ലേ? ഹിൻസിൽ എന്തൊക്കെയാണോ പറഞ്ഞ കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ ഈ പോസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തു. ഹെഡിങ് വന്നു, ഹെഡിങ് വേണം കേട്ടോ. ഹെഡിങ് വന്നു, എന്തൊക്കെയാണ് ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്യരുതാത്ത കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ തന്നെ നോക്കിക്കേ, ഈ ഒരു പോസ്റ്റർ വായിക്കുന്ന സമയത്ത് നമുക്ക് തന്നെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ചെയ്യരുതാത്തത് എന്നുള്ളൊരു കാര്യം നമുക്ക് പിടികിട്ടിയില്ലേ അല്ലേ? വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തന്നു. അപ്പോൾ ഇതാണ് പോസ്റ്ററിൻ്റെ ഉദ്ദേശം കേട്ടോ. അപ്പോൾ നിങ്ങൾ എക്സാമിന് വരികയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, ഇത് തന്നെ നിങ്ങൾക്ക് എടുത്തെഴുതാം. ഓക്കെ, മനസ്സിലായില്ലേ? സിമ്പിളായിട്ട് നിങ്ങൾക്ക് 8, 6, 8 മാർക്കിനൊക്കെ ചോദിക്കും കേട്ടോ. 8 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് പോസ്റ്റർ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നന്നായിട്ട് തന്നെ ഇതേപോലെ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത് എങ്ങനെ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, നോക്കിക്കേ, ബാൽശ്രം എക്ക് ഗംഭീർ സമസ്യ ഹെ. എന്താ ബാൽശ്രം എന്ന് പറഞ്ഞാൽ? ബാലവേല ഒരു വളരെയധികം ഗംഭീരമായിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണല്ലേ. ഇസ് വിഷയ പർ എക്ക് പോസ്റ്റർ തയ്യാറാക്കാറ്. അപ്പോൾ ഇതൊന്ന് നമ്മൾ ബോധവാന്മാരാക്കുന്നതിന് വേണ്ടിയിട്ട് ബാലവേല നിരോധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കണ്ടിട്ടില്ല. അപ്പോൾ അത് നമുക്കൊരു ബോധവാന്മാരാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എല്ലാത്തരം പോസ്റ്ററും ഒന്ന് പരിചയപ്പെടുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരിക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഇപ്പോൾ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അങ്ങനെയുള്ളൊരു പോസ്റ്റർ പരിചയപ്പെട്ടു. ഇനി ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, ബാലവേല തടയുക അല്ലെങ്കിൽ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് പോസ്റ്റർ തയ്യാറാക്കും, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ഇതേപോലെ എഴുതിയാൽ മതി. അപ്പോൾ നമുക്കറിയാം അട്രാക്റ്റീവ് ആയിരിക്കണം. വേണമെങ്കിൽ ചിത്രം ഉൾക്കൊള്ളിക്കല, കണ്ടില്ലേ, ഒരു ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് എന്ത് എഴുതാം, ബാൽശ്രം രോക്കെ, ബാലവേല തടയൂ അല്ലേ. എന്നിട്ടോ ബച്ചോം കി മുസ്കാൻ കൽ കി ഷാൻ, ഒരു സ്ലോഗനാണേ. അപ്പോൾ കുട്ടികളുടെ പുഞ്ചിരി എന്ന് പറയുന്നത് കൽ കി ഷാൻ, നാളത്തെ അഭിമാനം എന്നുള്ളതാണ്. അല്ലെ, ഷാൻ എന്ന് പറഞ്ഞാൽ അഭിമാനം. എന്നിട്ട് എന്തെങ്കിലും ഒരു ചിത്രമൊക്കെ, എന്തെങ്കിലും കുട്ടി പണിയെടുക്കണം എന്തെങ്കിലും പിക്ചറൊക്കെ വരച്ചിട്ട് എന്നിട്ട് താഴെ എന്ത് ചെയ്യാം, ആരുടെ ആണ്, ഒരു നേതൃത്വത്തിലാണെന്നൊക്കെ പറയില്ലേ, ബാൽ അധികാർ ആയോഗ് ഭാരത് സർക്കാർ, ബാലാവകാശ കമ്മീഷൻ ഭാരത സർക്കാർ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ എന്താ അത്രയും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ആൻസർ ചെയ്യാം. ഓക്കെ, ഇനി അടുത്തൊരു പോസ്റ്റർ നോക്കിക്കേ. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് +2 ഹിന്ദിയിൽ വരുന്നതാണ്. പക്ഷേ കോമൺ ആണ്, നമുക്കറിയാം. വിജ്ഞാപനം ആയിക്കോട്ടെ, പോസ്റ്റർ ആയിക്കോട്ടെ, ഡയറി, പത്രം ആയിക്കോട്ടെ, അതിൻ്റെ ഫോമാറ്റ് എല്ലാം കോമൺ ആണ്. പക്ഷേ ഇത് നമുക്ക് കോമൺ ആയിട്ട് പറയാൻ നോക്കിക്കേ. ക്വസ്റ്റ്യൻ എന്താണ്, 7വാം വിശ്വ ഹിന്ദി സമ്മേളനങ്ങളൊക്കെ നടക്കുന്ന അറിയാം അല്ലേ. അപ്പോൾ സൂറിനാമിൽ വെച്ചിട്ടാണ് 7ാമത്തെ സമ്മേളനം നടന്നിട്ടുണ്ടായിരുന്നത്. सूरीनाम ने കേട്ടിട്ടില്ലേ? ആഫ്രിക്കയിലുള്ളതല്ലേ. അപ്പോൾ സൂറിനാമി ഹോനെ വാല ഹെ, ഇസ്കെ ലിയെ ഏക ആകർഷക പോസ്റ്റർ തയ്യാർ കരെ. അപ്പോൾ ഇതിന് വേണ്ടി ഒരു ആകർഷകമായ പോസ്റ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അതിൻ്റെ ഫോർമാറ്റ് മാത്രം നോക്കിയാൽ മതി, എന്തൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. നമ്മൾ പറഞ്ഞു എന്താണ് അട്രാക്റ്റീവ് ആയിരിക്കണം എന്നല്ലേ പോസ്റ്റർ. നോക്കിക്കേ, കള്ളിയൊക്കെ വരയ്ക്കാം, ബോർഡറൊക്കെ വരച്ച് എന്താണ് 7വാം വിശ്വ ഹിന്ദി സമ്മേളനം, 7ാമത്തെ വിശ്വ ഹിന്ദി സമ്മേളനം ഏത് ഡേറ്റിനാണ് നടക്കുന്നത്? 6/6/2003 മുതൽ 9/6/2003 വരെയാണ് സമ്മേളനം നടക്കുന്നത്. അപ്പോൾ സമ്മേളനത്തിൻ്റെ പേര് വന്നുല്ലേ, ടൈറ്റിൽ വന്നു, ഡേറ്റ് എന്നാണ്, താരീഖ് വന്നു, പിന്നെ എവിടെ വെച്ചിട്ടാണ്, സ്ഥാനം വേണമല്ലേ, സ്ഥലം എവിടെയാണ്, സുറിനാം കെ പാരാമാരിബോ മേം, സുറിനാം കെ പാരാമാരിബോ ഷഹർ മേം അല്ലേ. ആ ഒരു സുറിനാമിലെ പാരാമാരിബോ എന്ന് പറഞ്ഞിട്ടുള്ള പട്ടണത്തിൽ വെച്ചാണ് നടക്കുന്നത്.
അപ്പോൾ സ്ഥലം വന്നു, ടൈറ്റിലായി, അതേപോലെ തന്നെ താരീഖ് വന്നു, സ്ഥാനം വന്നു. ഇനി ആരാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് അല്ലെങ്കിൽ ശുഭാരംഭം ആരാണ്? ശ്രീ റൊണാൾഡോ വിനീഷ്യൻ, സുറിനാമിലെ രാഷ്ട്രപതിയായിട്ടുള്ള റൊണാൾഡോ വിനീഷ്യനാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് അല്ലേ. പിന്നെന്തൊക്കെയാണ്, എന്തൊക്കെ പരിപാടികൾ വേണം അടുത്തത്? എന്തൊക്കെ പരിപാടികളാണ് അല്ലെങ്കിൽ കാര്യപരിപാടികളാണുള്ളത്? ഭാഷണമുണ്ട്, പ്രസംഗമുണ്ട്, സംഗോഷ്ഠി, സെമിനാറുണ്ട്, കവി സമ്മേളൻ. അവിടെ ഞാൻ കവിക്കും സമ്മേളനം ഓരോ പോയിൻറ്റ്സ് വീതിട്ടിട്ടുണ്ട് കേട്ടോ. അത് മിസ്റ്റേക്കാണ്, എൻ്റെ കയ്യിൽ പറ്റിയ മിസ്റ്റേക്കാണ്. കവി സമ്മേളനം എന്ന് പറഞ്ഞാൽ ഒറ്റൊരു വേർഡ് തന്നെയാണ് കേട്ടോ അല്ലേ. കവികളോടൊരു സമ്മേളനം തന്നെ അല്ലെങ്കിൽ ഒരു ചർച്ച തന്നെയുണ്ട്. ഹിന്ദി സാഹിത്യകാരവും ഹിന്ദി സാഹിത്യകാരന്മാരെ ആദരിക്കലുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ എല്ലാം ഉൾക്കൊണ്ടില്ലതിൽ കാര്യപരിപാടികളായി, താരീഖ് എവിടെ വെച്ചിട്ടാണെന്നായി, സ്ഥലമായി, എല്ലാം അതേപോലെ തന്നെ ടൈറ്റിൽ വന്നു, എല്ലാം ഉൾക്കൊണ്ട്. അപ്പോൾ ഇങ്ങനെ അട്രാക്റ്റീവായ രീതിയിൽ നിങ്ങൾക്ക് എന്തെഴുതാം, പോസ്റ്റർ നിർമ്മിക്കാവുന്നതാണ്. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഒരു 3 നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഇനി കൂടുതൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻ വരികയാണെന്ന് വെച്ചാൽ എല്ലാം ഉൾക്കൊള്ളിക്കുക. എല്ലാം ഉണ്ടെങ്കിൽ എല്ലാ പോയിൻറ്റ്സും കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നെ കിട്ടും. ഓക്കെ, മാത്രമല്ല അട്രാക്റ്റീവ് ആയിരിക്കണം, നല്ല ഭംഗിയുള്ള ഇപ്പോൾ മെയിൻ ടൈറ്റിലാണെങ്കിൽ വലിയ അക്ഷരത്തിൽ നല്ല ബോൾഡാക്കിയിട്ട് എഴുതാം. പിന്നെ അതിന് താഴെ ചെറുതായി നോക്കിക്കേ, ഇവിടെ എത്ര വ്യത്യാസം നോക്കിക്കേ, കണ്ടില്ലേ? സാത്വാ വിശ്വ ഹിന്ദി സമ്മേളനം വലിയ ബോൾഡാക്കി എഴുതി, മറ്റേതൊക്കെ സാധാ ഫോണ്ടിൽ എഴുതിയിട്ടുള്ളത്. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് പോസ്റ്റർ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും മറക്കാതെ നമ്മുടെ ഹിന്ദി ഗുരു എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്യൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ധന്യവാദ് ബച്ചോം.